ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നിന്തിരുമലരടിച്ചെന്തളിർപ്പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷ സന്താനമേ ചിന്താമണി. ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാദേവി. എന്നാൽ ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കൈയും പിടിച്ചുടജാങ്കണം ബുക്കാൻ. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്നു കാട്ടിക്കൊടുത്തു മുനിവരൻ. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി രഘുപതി സൽപതി ജഗൽപതി രാമോഹമെന്നു പറഞ്ഞാമോദം പൂണ്ടുനാഥൻ. കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. അന്നേരം നാഥൻ തന്നെ കാണായിതഹല്യയ്ക്കും വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ജയം നീങ്ങുമാറു സോദരനോടും താപനാശനകരനായൊരു ദേവൻ തന്നെ ചാപബാണങ്ങളോടും പീതമാം വസ്ത്രത്തോടും ശ്രീവത്സവക്ഷസ്സോടും സുസ്മിതവക്ത്രത്തോടും ശ്രീവാസാംബുജദല സന്നിഭനേത്രത്തോടും വാസവനീലമണിസങ്കാശഗാത്രത്തോടും വാസവാദ്യമരൗഘവന്ദിതപാദത്തോടും പത്തു ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും ഭക്തവത്സലൻ തന്നെ കാണായിതഹല്യയ്ക്കും. തന്നുടെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ. അർണോജവിലോചനൻ പത്മജാമനോഹരൻ യുദ്ധം ആത്മനി ചിന്തിച്ചുദ്ധാനം ചെയ്തു ഭക്ത്യാം സത്വരം അർഘ്യാദികൾ കൊണ്ടു പൂജിച്ചിടിനാൾ. സന്തോഷാശ്രുക്കളൊഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്താൾ. ചിത്തകാമ്പിങ്കലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്തു മുഖരഞ്ജലീബദ്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗദവർണ്ണത്തോടും അദ്വയനായൊരനാദ്യസ്വരൂപനെ കണ്ട് ആനന്ദാബ്ദിമഗ്നയായി സ്തുതി ചെയ്താൾ. അഹല്യസ്തുതി. ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, നിന്നെ കാണായി വന്നതു മൂലം അത്രയുമല്ല ചൊല്ലാം. പത്മജരുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു ഭവൽ പ്രസാദാതിരേകത്താൽ. അതിനെത്തുമോ ബഹുകൽപ്പകാലമാരാധിച്ചാലും ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം ആനന്ദമയനായോരതിമായികൻ പൂർണ്ണൻ ന്യൂനാതിരേകശൂന്യൻ അചലനല്ലോ ഭവാൻ. ത്വൽപദാംബുജ പാംസു പവിത്ര ഭാഗീരഥി സർപ്പഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും
ശുദ്ധമാക്കിയിടുന്നതു തൊൽപ്രഭാവത്താലല്ലോ. സിദ്ധിച്ചേനല്ലോ ഞാനും തൊൽപാദസ്പർശമിപ്പോൾ. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്തു വർണ്ണിപ്പതു വൈകുണ്ഠ തൽക്കൊണ്ടാത്മനാം ദുർലഭമൂർത്തേ വിഷ്ണു. മർത്യനായി അവതരിച്ചോരു പൂരുഷം ദേവം ചിത്തമോഹനം രമണീയദേഹിനം രാമം. ശുദ്ധമത്ഭുതവീര്യം സുന്ദരം ധനുർധരം തത്വമദ്വയം സത്യസന്ധമാദ്യന്തഹീനം. നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം. ഭക്തേവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. യാതൊരു പാദാംബുജമാരായുന്നിതു വേദം. യാതൊരു നാഭിതന്നിലുണ്ടായി വിരിഞ്ചനും. യാതൊരു നാമം ജപിക്കുന്നിതു മഹാദേവൻ. ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. നാരദമുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവിതാനും ബ്രഹ്മലോകത്തിങ്കൽ നിന്നന്വഹം കീർത്തിക്കുന്നു. കൽമഷഹരം രാമചരിതം രസായനം. കാമരാഗാദികൾ തീർന്നാനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നേൻ. എല്ലാവർക്കും ആത്മപ്രണാമം. ഓം നമഃ ശിവായ. ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് ഗൗതമ മഹർഷി തൻ്റെ ഭാര്യയായ അഹല്യയെ ശപിച്ച് പാറയാക്കി മാറ്റുന്നതും, ശേഷം നീ ഭക്തിപൂർവം ഇവിടെ രാമദേവനെ പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് കഴിയണമെന്നും, അങ്ങനെ അനേകം ദിവ്യവത്സരങ്ങൾ കഴിയുമ്പോൾ നിനക്ക് ശാപമോക്ഷം ലഭിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിനുശേഷം ഗൗതമ മഹർഷി ഹിമാലയ പാർശ്വത്തിലേക്ക് തപസ്സിനായി പോകുകയുണ്ടായി. അന്ന് തൊട്ട് അഹല്യ അവിടെ കഴിയുകയാണ് എന്നുള്ളൊരു ഭാഗത്താണ് നമ്മൾ നിന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം. നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. സന്തോഷ സന്താന സന്താനമേ ചിന്താമണി. ഇവിടെ ശ്രീരാമദേവനോട് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്താണ്? നല്ല ഭംഗിയുള്ള സ്ഥലമാണെങ്കിൽ കൂടിയും ഒരു ജന്തുവർഗ്ഗങ്ങൾ, ഒരു ജീവിവർഗത്തെ പോലും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴാണ് അഹല്യയുടെ ശാപവൃത്താന്തമൊക്കെ വിശ്വാമിത്ര മഹർഷി രാമകുമാരന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ വിശ്വാമിത്ര മഹർഷി പറയുകയാണ്, നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ എന്തൊരു കഴിവെന്ന് ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ട് സന്തതം വസിക്കുന്നു. അപ്പോൾ നിന്തിരുമലരടി ചെന്തളിർ പൊടിയേൽപ്പാൻ, നിന്റെ തിരുമലരടിയാകുന്ന, നിന്റെ കാൽപാദങ്ങളാകുന്ന ചെന്തളിരിൻ്റെ ആ ഒരു പൊടി, ആ പാദത്തിലെ പൊടി ഏൽക്കാൻ എന്തൊരു കഴിവാണ്, എന്താണ് വഴി എന്ന് ചിന്തിച്ച് ദുഃഖത്തോടുകൂടി എല്ലായ്പ്പോഴും ഇവിടെ കഴിയുകയാണ് ഈ ഒരു അഹല്യ. ആ സന്താപം കൊണ്ട് സന്തതം വസിക്കുന്നു, ഇങ്ങനെ വസിക്കുകയാണ് ഇവിടെ. സന്തോഷ സന്താന സന്താനമേ ചിന്താമണി. സന്തോഷ സന്താന സന്താനമേ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ പരമ്പരയ്ക്ക് സന്താനമായിട്ടുള്ളവനെ, കൽപ്പവൃക്ഷമായിട്ടുള്ളവനെ എന്നുള്ളൊരർത്ഥമുണ്ട്. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ സന്തോഷ സന്താനത്തിന് എന്ന് വെച്ചാൽ സന്തോഷത്തെ സന്താനം ചെയ്യുന്ന, നൽകുന്ന സന്താനമേ, സന്താനം കൽപ്പവൃക്ഷമേ എന്നുള്ള അർത്ഥമാണ്. സന്തോഷത്തെ, എല്ലാവർക്കും സന്തോഷത്തെ പ്രദാനം ചെയ്യുന്ന അല്ലയോ കൽപ്പവൃക്ഷമേ എന്ന് രാമദേവനെ സംബോധന ചെയ്യുകയാണ് മഹർഷി. അപ്പോൾ ഇവിടെ ശേഷം പറയുന്നു, സന്തോഷ സന്താന സന്താനമേ ചിന്താമണി, എല്ലാവർക്കും സന്തോഷം നൽകുന്ന അല്ലയോ കൽപ്പവൃക്ഷമേ ചിന്താമണി. ചിന്താമണി ഒരു സർവാഭിഷ്ടങ്ങളും ഒക്കെ പ്രദാനം ചെയ്യുന്ന ഒരു ദിവ്യരത്നമാണ്. ഇവിടെ രാമദേവനെ ചിന്താമണി രത്നത്തോട് ഉപമിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ
തുടർന്ന് ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി ഘോരമാം തപസ്സോടും ഇവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമ പത്നിയുടെ കൽമഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം ഇന്നു തന്നെ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. വിശ്വാമിത്രൻ പറയുകയാണ്, അല്ലയോ രാമദേവ, ആരാലും കണ്ടുകൂടാതൊരു പാഷാണാംഗിയായി, ആർക്കും കാണാൻ സാധിക്കാത്ത ഒരു പാഷാണാംഗിയായി, പാഷാണം എന്ന് പറഞ്ഞാൽ കല്ലാണ്, പാഷാണാംഗി കല്ല് അംഗമായിട്ടുള്ളവൾ, പാഷാണം കൊണ്ടുള്ള അംഗത്തോടു കൂടിയവൾ എന്നർത്ഥം. എന്നുവെച്ചാൽ കല്ലായി തീർന്നവളാണല്ലോ അഹല്യ. അപ്പോൾ ആരാലും കാണാത്ത ആ ഒരു പാഷാണാംഗിയായിട്ട് ഘോരമായ തപസ്സോടും ഇവിടെ വസിക്കുകയാണ് ആ ബ്രഹ്മനന്ദനയായ ബ്രഹ്മപുത്രിയായ ആ ഗൗതമ പത്നി. അവളുടെ കൽമഷം, തെറ്റ്, പാപം ഒക്കെ അശേഷം എല്ലാ തെറ്റുകളും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണം. നിന്റെ പാദങ്ങളാൽ, അങ്ങയുടെ പവിത്രമായ പാദങ്ങളാൽ ഉന്മൂലനാശം എല്ലാം മാറ്റിക്കൊടുക്കണം, തീർത്തു കൊടുക്കണം, നിശേഷം തീർത്തു കൊടുക്കണം. എങ്കിൽ അഹല്യ നിർമ്മലയായി വന്നിടും അഹല്യാദേവി എന്നാൽ. അപ്പോൾ മാത്രമാണ്, അങ്ങയുടെ പാദസ്പർശനമേറ്റാൽ മാത്രമാണ് അഹല്യ പവിത്രയായിട്ട് വരികയുള്ളൂ എന്ന് പറയുകയാണ്. ഗാധിനന്ദനൻ ദാശരഥിയോടേവം പറഞ്ഞാശു തൃക്കയ്യും പിടിച്ച് ഉടജാങ്കണം ബുക്കാൻ. ഇപ്രകാരം ഗാധിനന്ദനനായ, ഗാധിയുടെ പുത്രനായ ആ വിശ്വാമിത്രൻ ദാശരഥിയോട്, ദശരഥന്റെ പുത്രനായ ആ രാമനോട് ഇപ്രകാരം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ തൃക്കയ്യും പിടിച്ച്, അദ്ദേഹത്തിൻ്റെ കരങ്ങളും പിടിച്ചുകൊണ്ട് ഉടജാങ്കണത്തിൽ, ഉടജം ആശ്രമമാണ്, ഉടജാങ്കണത്തിൽ ആ ആശ്രമത്തിൻ്റെ അങ്കണത്തിലേക്ക്, മുറ്റത്തേക്ക് പ്രവേശിച്ചു. ഉഗ്രമാം തപസ്സോടുമിരിക്കും ശിലാരൂപം അഗ്രേ കാൺകെന്ന് കാട്ടിക്കൊടുത്തു മുനിവരൻ. നോക്കൂ, അതാണ് ആ ഒരു കല്ലാണ് അഗ്രേ, മുൻപിൽ. അഗ്രേ എന്ന് പറഞ്ഞാൽ മുൻപിലാണ്. മുൻപിൽ ആ ഉഗ്രമായ തപസ്സോടിരിക്കുന്ന ആ ഒരു ശിലാരൂപത്തെ കാട്ടിക്കൊടുത്തു. ശ്രീപാദാംബുജം മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപാദാംബുജം, ഐശ്വര്യസമൃദ്ധമായ ആ ഒരു പാദാംബുജം, ആ ചെന്തളിരടി താമരപ്പൂവിൻ്റെ ഇതൾ പോലെ, താമരപ്പൂ പോലെ മനോഹരമായ, തൻ്റെ മനോഹരമായ ആ പാദങ്ങൾ മെല്ലെ വച്ചിതു രാമദേവൻ. ശ്രീപതി, രഘുപതി, സൽപതി, ജഗത്പതി, ശ്രീപതിയായ ലക്ഷ്മീദേവിയുടെ ഭർത്താവായ, സത്പതിയായ, സത്തുക്കളിൽ സജ്ജനങ്ങളിൽ വെച്ച് ശ്രേഷ്ഠനായ ആ ഭഗവാൻ തൻ്റെ കാൽപാദങ്ങൾ ആ ശിലയുടെ മുകളിലേക്ക് വയ്ക്കുകയുണ്ടായി. രാമോഹമെന്ന് പറഞ്ഞ് ആമോദം പൂണ്ട് നാഥൻ. വെറുതെ വെക്കുകയല്ല ചെയ്തത്. അദ്ദേഹം പറഞ്ഞു, രാമോഹം, അഹം രാമ, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആമോദം പൂണ്ട്, സന്തോഷം പൂണ്ടുകൊണ്ട് ആ നാഥൻ കോമളരൂപൻ മുനിപത്നിയെ വണങ്ങിനാൻ. കോമളരൂപനായ മനോഹരനായ ആ ഭഗവാൻ മുനിപത്നിയെ വണങ്ങുകയാണ്, ഞാൻ രാമനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. അന്നേരം നാഥൻ തന്നെ കാണായി അഹല്യയ്ക്കും. ആ സമയത്ത് നാഥനെ, ഭഗവാനെ അഹല്യയ്ക്ക് കാണായി വന്നു. വന്നൊരാനന്ദമേതും ചൊല്ലാവതല്ലയല്ലോ. അപ്പോൾ അഹല്യയ്ക്കുണ്ടായ ആ ഒരു ആനന്ദം ചൊല്ലാവതല്ല, പറയാൻ പറ്റില്ല. താപസശ്രേഷ്ഠനായ കൗശികമുനിയോടും താപസഞ്ചയം നീങ്ങുമാറ് സോദരനോടും താപനാശകരനായൊരു ദേവൻ തന്നെ ചാപ ബാണങ്ങളോടും വീതമാ വസ്ത്രത്തോടും കാണുകയുണ്ടായി. അപ്പോൾ താപസശ്രേഷ്ഠനായ കൗശികമുനിയോട്, വിശ്വാമിത്രനോടും താപസഞ്ചയം നീങ്ങുമാറ്, താപസഞ്ചയം നീങ്ങുക എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുന്ന ആ ഒരു സഹോദരനോടും താപനാശനകരനായൊരു, താപത്തെ ഇല്ലാതാക്കുന്ന ആ ദേവൻ തന്നെ കാണുകയുണ്ടായി. എങ്ങനെയാണ്? ചാപബാണങ്ങളോടും, ചാപം വില്ലൊക്കെ ധരിച്ചുകൊണ്ടാണ്, പീതമാം വസ്ത്രത്തോടും, മഞ്ഞ വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട്, ശ്രീവത്സ വക്ഷത്തോടും, ശ്രീവത്സാങ്കിത വക്ഷം, ഭഗവാന്റെ വക്ഷത്തിലുണ്ടാകുന്ന ശ്രീവത്സം എന്ന മറുകോടുകൂടിയും, സുസ്മിത വക്ത്രത്തോടും, പുഞ്ചിരിച്ചിരിക്കുന്ന ആ ഒരു മുഖത്തോടും, ശ്രീവാസാംബുജദല സന്നിഭ നേത്രത്തോടും, അംബുദജലം എന്നുവെച്ചാൽ ശ്രീവാസാംബുജം എന്നുവെച്ചാൽ ലക്ഷ്മിയുടെ ഇരിപ്പിടമായ താമരപ്പൂവിതളിന് സമാനമായ കണ്ണുകളോടുകൂടിയവൻ എന്നർത്ഥം. അപ്പോൾ ആ ശ്രീവാസാംബുജ ദല സന്നിഭ നേത്രത്തോടും, സന്നിഭം എന്ന് പറഞ്ഞാൽ തുല്യമാണ്,
ഭംഗിയുള്ള ആ താമര ഇതള് പോലെ വിടർന്ന് മനോഹരമായ കണ്ണുകളോടുകൂടിയും വാസവ നീലമണി സങ്കാശഗാത്രത്തോടും, വാസവ നീലമണി എന്ന് പറഞ്ഞാൽ, വാസവൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രനാണ്, ഇന്ദ്രനീലക്കല്ല്, വാസവ നീലമണി ഇന്ദ്രനീലക്കല്ലാണ്. വാസവ നീലമണി സങ്കാശഗാത്രത്തോടും, സങ്കാശം എന്ന് പറഞ്ഞാൽ തുല്യം, അതായത് ഇന്ദ്രനീലക്കല്ലിന് തുല്യമായ ശരീരഭംഗിയോടും കൂടിയിട്ട് വാസവാദ്യ അമരൗഘ വന്ദിത പാദത്തോടും, എന്ന് പറഞ്ഞാൽ ഇന്ദ്രൻ തുടങ്ങിയ, വാസവൻ ഇന്ദ്രനാണെന്ന് പറഞ്ഞല്ലോ, ഇന്ദ്രൻ തുടങ്ങിയ ദേവസമൂഹത്താൽ വന്ദിക്കപ്പെടുന്ന ആ പാദങ്ങളോടും 10 ദിക്കിലുമൊക്കെ നിറഞ്ഞ കാന്തിയോടും, 10 ദിക്കിലും നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു കാന്തിയോടും ഭംഗിയോടും കൂടി ഭക്തവത്സലൻ തന്നെ കാണായി അഹല്യയ്ക്കും, ഭക്തവത്സലനായ ആ ഭഗവാനെ അഹല്യയ്ക്ക് കാണായി വന്നു. തന്നെ ഭർത്താവായ ഗൗതമ തപോധനൻ തന്നോട് മുന്നം ഉര ചെയ്തതും ഓർത്താളപ്പോൾ. ആ സമയത്ത് തൻ്റെ ഭർത്താവായ ഗൗതമ തപോധനൻ മുന്നം, പണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ശപിച്ച് ശാപമോക്ഷം തരുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുന്നം ഉര ചെയ്തത്, പറഞ്ഞത് ആ അഹല്യ ഓർക്കുകയുണ്ടായി. നിർണയം നാരായണൻ താനിതു ജഗന്നാഥൻ അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ. തീർച്ചയായിട്ടും, നിർണയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിശ്ചയമായിട്ടും ഇത് അർണോജ വിലോചനനാണ്, താമരക്കണ്ണൻ. അർണോജൻ താമരയാണ്, അർണോജ വിലോചനൻ താമരക്കണ്ണൻ. താമരക്കണ്ണനായ ആ പത്മജാ മനോഹരൻ, പത്മജയുടെ മനോഹരൻ, മനസ്സിനെ അപഹരിച്ചവൻ, അതായത് പത്മജ ലക്ഷ്മി ദേവിയാണ്, ലക്ഷ്മി ദേവിയുടെ മനസ്സിനെ അപഹരിച്ച ആ ഭഗവാൻ, ആ ജഗന്നാഥൻ, അർണോജ വിലോചനൻ പത്മജാ മനോഹരൻ യുദ്ധം ആത്മനീ ചിന്തിച്ച് ഉദ്ധാനം ചെയ്തു. യുദ്ധം ഇപ്രകാരം ആത്മനി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട്, ആത്മാവിൽ ചിന്തിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്ത് എഴുന്നേറ്റിട്ട് ഭക്തിയാ സത്വരം, ഭക്തിയോടുകൂടി സത്വരം അർഘ്യാദികൾ കൊണ്ട് പൂജിച്ചാൻ. അർഘ്യാദികൾ കൊണ്ട്, അർഘ്യം പാദ്യം ആസനം മുതലായ വിശിഷ്ടാതിഥികളെ സ്വീകരിക്കാനുള്ള വസ്തുക്കളാണിത്. പിന്നെ അങ്ങനെ അർഘ്യാദികളാൽ പൂജിച്ചിടിനാൾ. അപ്പോൾ വിശിഷ്ടരായ അതിഥികൾ വരുമ്പോൾ അവരെ പൂജിക്കേണ്ടത് അർഘ്യപാദ്യം ആസനം മുതലായവ കൊടുത്തിട്ടാണ്. അപ്പോൾ അർഘ്യം എന്ന് പറഞ്ഞാൽ അരി, വെള്ളം, പാൽ മുതലായവയാണ് അർഘ്യം എന്ന് പറയുന്നത്. പിന്നെ കാൽ കഴുകാനുള്ള വെള്ളമാണ് ഈ പാദ്യം എന്ന് പറയുന്നത്. അങ്ങനെ ഇതൊക്കെ കൊടുത്തുകൊണ്ട് വളരെ ഭക്തിയോടുകൂടി പൂജിച്ചു. സന്തോഷാശ്രുക്കളോടും ഒഴുകിയിടും നേത്രത്തോടും, സന്തോഷം കൊണ്ട് അശ്രുക്കൾ ഒഴുകി. നമുക്ക് സങ്കടം വരുമ്പോൾ മാത്രമല്ല നമ്മുടെ അശ്രുക്കൾ ഒഴുകുന്നത്, അശ്രു എന്ന് പറഞ്ഞാൽ കണ്ണുനീര്. സന്തോഷം വരുമ്പോഴേ നമുക്ക് അശ്രുക്കൾ ഒഴുകും, അതിന് സന്തോഷാശ്രു എന്ന് പറയാം. സന്തോഷാശ്രുക്കൾ ഒഴുകിയിടും നേത്രങ്ങളോടും സന്താപം തീർന്നു ദണ്ഡ നമസ്കാരവും ചെയ്തു. ദണ്ഡ നമസ്കാരം എന്ന് പറഞ്ഞാൽ ഇത് പടി പോലെ നിലത്തിങ്ങനെ വീണ് കിടന്ന് പാദ നമസ്കാരം ചെയ്യുന്ന, അതിനാണ് ദണ്ഡ നമസ്കാരം എന്ന് പറയുന്നത്. ദണ്ഡം എന്ന് പറഞ്ഞാൽ വടി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ചിത്തകക്കാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോടും ഉദ്ധാനം ചെയ്ത് ബഹുരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും അങ്ങനെ ഭഗവാനെ സ്തുതിക്കാൻ പോവുകയാണ് അഹല്യ. ചിത്തകാമ്പിലേറ്റം വർദ്ധിച്ച ഭക്തിയോട്, ചിത്തകാമ്പ് എന്ന് പറഞ്ഞാൽ മനസ്സ്, മനസ്സിൽ വർദ്ധിച്ച ഭക്തി ഉണ്ടായി. ഭക്തിയോടുകൂടി ഉദ്ധാനം ചെയ്തു, എഴുന്നേറ്റു, അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഉദ്ധാനം ചെയ്ത് മുഹുരഞ്ജലി ബദ്ധത്തോടും, അഞ്ജലിബദ്ധം തൊഴുതു പിടിച്ചു. മുഹുഹു അഞ്ജലിബദ്ധം, അഞ്ജലിബദ്ധം എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ. മുഹുഹു എന്ന് പറഞ്ഞാൽ വീണ്ടും 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 തൊഴുതു പിടിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ വർദ്ധിച്ച ഭക്തിയോടുകൂടി മുഹുരഞ്ജലി ബദ്ധത്തോടും വ്യക്തമായൊരു പുളകാഞ്ചിത ദേഹത്തോടും, പുളകാഞ്ചിത ദേഹം എന്ന് പറഞ്ഞാൽ രോമാഞ്ചമണിഞ്ഞ് ശോഭിക്കുന്ന ശരീരം എന്നർത്ഥം. പുളകാഞ്ചിത ദേഹത്തോടും വ്യക്തമല്ലാതെ വന്ന ഗദ്ഗത വർണ്ണത്തോടും. അപ്പോൾ ഇങ്ങനെ സങ്കടം കൊണ്ട് ശരിയായ അക്ഷരങ്ങൾ വരുന്നില്ല, ഗദ്ഗത വർണ്ണമാണ്. എന്ന് വെച്ചാൽ തൊണ്ട ഇടറിക്കൊണ്ട് പറയുകയാണ്. വർണ്ണം എന്ന് പറഞ്ഞാൽ അക്ഷരമാണ്, ഗദ്ഗത വർണ്ണം എന്ന് പറഞ്ഞാൽ ഇടറിയ തൊണ്ടയോടെ കൂടി പറയുന്ന വാക്കുകൾ. ഇങ്ങനെ പറയുകയാണ്. പെട്ടെന്നുണ്ടായ, അതായത് ഗദ്ഗത വർണ്ണത്തോടും പുളകാഞ്ചിത ദേഹത്തോടും അഞ്ജലി ബദ്ധത്തോടും ഒക്കെ ചിത്തത്തിൽ വളരെയധികം ഭക്തിയോടുകൂടി പ്രകാരം പറയുകയാണ്. വ്യക്തമല്ലാത്ത വാക്കുകളിലൂടെയാണ് പറയുന്നത്, പറയാൻ പറ്റുന്നില്ല. സന്തോഷാതിരേകത്താൽ തൊണ്ട ഇടറിയിട്ടാണുള്ളത്. അദ്വയൻ ആയൊരു
അനാദ്യസ്വരൂപനെ കണ്ട് സദ്യോജാത ആനന്ദാബ്ദി മഗ്നയായി സ്തുതി ചെയ്താൾ. അപ്പോഴെന്താണ്? പെട്ടെന്ന് സദ്യോജാത ആനന്ദാബ്ദി, പെട്ടെന്നുണ്ടായ ആനന്ദ സമുദ്രത്താൽ, സദ്യോജാതാനന്ദാബ്ദി, പെട്ടെന്നുണ്ടായ ആനന്ദ സമുദ്രത്തിൽ ഒഴുകി. സദ്യ എന്ന് പറഞ്ഞാൽ സദ്യോജാത എന്ന് പറഞ്ഞാൽ സദ്യോജാത. സദ്യ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്, നമ്മൾ ഉണ്ണുന്ന സദ്യ വേറെയാണ്. സദ്യ ജാത ഉണ്ടായ, ആനന്ദാബ്ദി ആനന്ദ സമുദ്രത്തിൽ മഗ്നയായി മുഴുകിയിട്ട് ഇപ്രകാരം പറയുകയാണ്. ഭഗവാൻ അദ്വയൻ ആയ, ദ്വയനല്ലാത്ത, രണ്ടല്ലാത്ത ഏകനായ ഭഗവാനെ, ആദ്യനായ ആ ആദ്യ സ്വരൂപനെ കണ്ടിട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് അഹല്യ ഉള്ളത്. പെട്ടെന്ന് തന്നെ ആനന്ദ സമുദ്രത്തിൽ മഗ്നയായി ഭഗവാനെ ഇപ്രകാരം സ്തുതിക്കുകയാണ്. അടുത്ത ഭാഗം അഹല്യാസ്തുതിയാണ്. ജ്ഞാനഹോ കൃതാർത്ഥയായേൻ ജഗന്നാഥ, ഞാൻ കൃതാർത്ഥയായേൻ, എനിക്ക് തൃപ്തിയായി ഭഗവാനെ. നിന്നെ കാണായി വന്നതുമൂലം അത്രയുമല്ല ചൊല്ലാം. നിന്നെ കാണായി വന്നത്, ഭഗവാൻ എൻ്റെ മുന്നിൽ പ്രത്യക്ഷനായതുകൊണ്ട് ഞാൻ വളരെയധികം സന്തുഷ്ടയായിരിക്കുകയാണ്, വളരെയധികം സന്തോഷ ചിത്തയായിരിക്കുകയാണ്. കാരണം എത്രയോ കാലമായി ഇങ്ങനെ പാഷാണമായിട്ട് കിടക്കുന്നു. അതിൽ നിന്നൊരു മോചനം നേടാനായിട്ട്, തരാനായിട്ട് ഭഗവാൻ എത്തിയതാണ്. ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പാദപത്മ സംലഗ്ന പാംസുലേശം ഇന്നെനിക്കല്ലോ സിദ്ധിച്ചു. പത്മജ രുദ്രാദികളാൽ അപേക്ഷിതം പറയണേ. രുദ്രാദികള്, പത്മജൻ എന്ന് പറഞ്ഞാൽ പത്മത്തിൽ നിന്ന് ജനിച്ചവൻ, ബ്രഹ്മാവ്, രുദ്രൻ ശിവൻ ആദിയായവർ. പത്മജ രുദ്രാദികള്, ബ്രഹ്മാവ് ശിവൻ ആദിയായവർ. അപേക്ഷിതം അപേക്ഷിക്കപ്പെട്ടതുകൊണ്ട്, പത്മ സംലഗ്ന പാംസു ലേശം ഇന്നെനിക്കല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ അല്ലയോ ഭഗവാനെ, ഭഗവാനെ കാണാൻ കഴിഞ്ഞത് കൊണ്ട് ഞാൻ അതീവ സന്തുഷ്ടയായി ധന്യായിരിക്കുകയാണ്. ബ്രഹ്മാവ് ശിവൻ എന്നിവർ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പാദപത്മത്തിലെ പൊടികളിൽ ചെറിയൊരംശം എനിക്കും കിട്ടിയല്ലോ എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ കാൽപാദത്തിൽ പറ്റിയിരിക്കുന്ന പൊടികൾ എന്നും ഏൽക്കണമെന്ന് ചിന്തിച്ചിരിക്കുന്നവരാണ് ബ്രഹ്മാവും ശിവനും ഒക്കെ തന്നെ. അപ്പോൾ അങ്ങനെ അവർ വിചാരിക്കുന്ന, അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ അവരാഗ്രഹിക്കുന്ന അങ്ങയുടെ ആ പാദപത്മത്തിലെ പൊടികളുടെ ചെറിയൊരംശം എനിക്കും കിട്ടിയല്ലോ ഭഗവാനെ. പ്രസാദാതിരേകത്താൽ അതിനെത്തുമോ കൽപ്പകാലം ആരാധിച്ചാലും എന്ന് വെച്ചാൽ, അനേകം കൽപ്പകാലങ്ങൾ ആരാധിച്ചാലും അങ്ങയുടെ അനുഗ്രഹമില്ലാതെ അത് ലഭിക്കാൻ കഴിയുമോ? ഭഗവത് പ്രസാദാതിരേകം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ പ്രസാദത്തിൻ്റെ അനുഗ്രഹത്താൽ, അതിരേകം എന്ന് പറഞ്ഞാൽ ആധിക്യം കൊണ്ട്, അങ്ങയുടെ പ്രസാദത്താൽ അല്ലാതെ ഇത് ലഭിക്കില്ല. ഭഗവാൻ വിചാരിക്കണം ഭക്തൻ എന്ത് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ബഹുകൽപ്പം ആരാധിച്ചാലും ഇത് പല ഭക്തന്മാർക്കും കിട്ടാറില്ല. ബഹുകൽപ്പം എന്ന് പറഞ്ഞാൽ അനേക കൽപ്പങ്ങൾ, അനേകം. ഈ കൽപ്പം എന്ന് പറഞ്ഞാൽ ഒരു ചതുർയുഗ കാലമാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. പിന്നെ അങ്ങനെയുള്ള കാലത്തോളം ആരാധിച്ചാലും ആർക്കും ഭഗവാന്റെ ഈ ഒരു ദർശനം സാധ്യമല്ല. അതാണിവിടെ അഹല്യയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ചിത്രമെത്രയും തവ ചേഷ്ടിതം ജഗൽപദേ, ചിത്രം ആശ്ചര്യമാണ് തവ ചേഷ്ടിതം ഭഗവാന്റെ പ്രവൃത്തി. തവ ചേഷ്ടിതം ജഗൽപദേ, ജഗത്തിൻ്റെ പതിയായ ഭഗവാനെ ആശ്ചര്യം തന്നെയാണ്. മർത്യഭാവേന വിമോഹിപ്പിച്ചിടുന്നിദേവം, മർത്യഭാവേന, മർത്യൻ്റെ ഭാവേന, മനുഷ്യഭാവത്തിൽ ഇപ്രകാരം എന്നെ വിമോഹിപ്പിച്ചിടുകയാണല്ലോ ഭഗവാനെ. ആനന്ദമയനായോരതി മായികൻ പൂർണ്ണൻ, ന്യൂനാതിരേക ശൂന്യൻ അചലനല്ലോ ഭവാൻ. ഭഗവാൻ എങ്ങനെയുള്ള ആളാണ്? ആനന്ദമയനാണ്, ആനന്ദസ്വരൂപനാണ്, അതിമായകനാണ്, മായയെ അതിക്രമിച്ചവനാണ്, ന്യൂനാതിരേകന ശൂന്യനാണ്. ന്യൂനമോ കുറവോ
കൂടുതലും ഇല്ലാത്തയാളാണ്. ന്യൂനമോ അതിരേകമോ, ന്യൂനം അതിരേകം ശൂന്യനാണ് എന്ന് വെച്ചാൽ അധികമോ കൂടുതലോ കുറവോ ഇല്ല, അധികമോ ലേശമോ ഇല്ല. എന്ന് വെച്ചാൽ ഏറ്റക്കുറച്ചിലില്ലാതെ ഒരേ നിലയിൽ വർത്തിക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ഭഗവാൻ അങ്ങനെയാണല്ലോ. ത്വൽ പാദാംബുജ പാംസു പവിത്രാ ഭാഗീരഥി. ഭഗവാനെ ത്വൽ പാദാംബുജം, അങ്ങയുടെ പാദാംബുജത്തിലെ പൊടി കൊണ്ട് പരിശുദ്ധയായി തീർന്നവൾ ആണ്. ആ പൊടി കൊണ്ട് പവിത്രയായി തീർന്നവളാണ് ഭാഗീരഥി. ഭഗവാന്റെ പാദത്തിലൂടെയാണ്, പാദങ്ങൾ തൊട്ടുകൊണ്ടാണ് ഗംഗ ഒഴുകുന്നതെന്നാണ് പുരാണങ്ങളിൽ പ്രസിദ്ധം. അങ്ങനെ പവിത്രയായ ഭാഗീരഥി ഗംഗാദേവി സർപ്പവിഭൂഷണ വിരിഞ്ചാദികളെല്ലാരെയും ശുദ്ധമാക്കുന്നതും തൽപ്രഭാവത്താലാണ്. സർവഭൂഷണനായ ഭഗവാൻ ശിവനെയും വിരിഞ്ചൻ ബ്രഹ്മാവിനെയും ശുദ്ധമാക്കിയിടുന്നത് ഭഗവാന്റെ പ്രഭാവത്താൽ തന്നെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഉള്ള ഭഗവാന്റെ ആ പാദസ്പർശനം, ത്വൽപാദസ്പർശനം സിദ്ധിച്ചേനല്ലോ ഞാനും, എനിക്കിപ്പോൾ ലഭിച്ചിരിക്കുകയാണ്. അങ്ങയുടെ മഹത്വമുള്ള പാദസ്പർശം ഏൽക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായല്ലോ എന്ന് അഹല്യ പറയുന്നു. പണ്ടു ഞാൻ ചെയ്ത പുണ്യമെന്ത് വർണ്ണിപ്പത് വൈകുണ്ഠനാഥ, ഈ ഭാഗ്യം എനിക്ക് ലഭിക്കാൻ ഞാൻ എന്ത് പുണ്യമാണ് പണ്ട് ചെയ്തത്. തൽകുണ്ഠാത്മാനാം ദുർലഭമൂർത്തേ വിഷ്ണു. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച്, ഭഗവാനെക്കുറിച്ച് കുണ്ഠാത്മാനം ആസക്തി ഇല്ലാത്തവർക്ക്, എന്ന് വെച്ചാൽ ഭഗവാനെ അറിയാൻ താല്പര്യമില്ലാത്തവർക്ക് ദുർലഭമൂർത്തിയാണ്, കണ്ടുകിട്ടാൻ പ്രയാസമായ രൂപമുള്ളവനാണ്. അതായത് ഭക്തന്മാർക്ക് മാത്രമേ അങ്ങയുടെ മൂർത്തിരൂപം കാണാൻ പറ്റൂ, അതും വളരെ ദുർലഭമായിട്ടാണ് കാണാൻ പറ്റുകയുള്ളൂ. അങ്ങനെ മർദ്ദനായി അവതരിച്ച ആ പുരുഷൻ ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പുണ്യം ചെയ്യാത്തവർക്ക് ദർശിക്കാനായിട്ട് ഭഗവാനെ സാധിക്കില്ല. അങ്ങനെ ഉള്ള ആ ഭഗവാൻ മനോഹരമായ രൂപത്തോടു കൂടിയ വിഷ്ണുവാണ്. ആ ഭഗവാനാണ് മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്നത്. മർദ്ദനായി അവതരിച്ച ഒരു പുരുഷം, മനോഹരം പുരുഷം ദേവം ചിത്തമോഹനം രമണീയ ദേഹിനം. മനോഹരനും രമണീയമായ ശരീരത്തോടു കൂടിയവനുമായ അത്ഭുതവീര്യം, ശുദ്ധനും അത്ഭുതപരാക്രമനും, സുന്ദരം ധനുർധരം, സുന്ദരനും ചാപധാരിയും, അതുപോലെ തന്നെ തത്വസ്വരൂപനും അദ്വയനും സത്യസന്ധനും, ആദ്യന്തങ്ങളില്ലാത്തവനും. തത്വം അദ്വയം സത്യസന്ധം ആദ്യന്തഹീനം, ആദ്യന്തങ്ങളില്ലാത്തവനുമായ നിത്യനും, അതുപോലെ തന്നെ നിത്യം അവ്യയം ഭജിച്ചിടുന്നേനിനി നിത്യം ഭക്തിവ മറ്റാരെയും ഭജിച്ചിടുന്നേനില്ല. അപ്പോൾ നിത്യനും അവ്യയനുമായ ഭഗവാനെ നിത്യവും ഞാൻ ഭക്തിയോടുകൂടി ഇനി ഭജിക്കുന്നതാണ്, ഇനി ഞാൻ മറ്റാരെയും ആരാധിക്കുന്നതല്ല എന്ന് പറയുകയാണ്. അതുപോലെ തന്നെ പിന്നീട് പറയുന്നു, യാതൊരു പാദാംബുജം ആരായുന്നിതു വേദം. വേദങ്ങൾ ആരെയാണോ അന്വേഷിക്കുന്നത്, ആരുടെ പാദാംബുജങ്ങളെയാണോ തിരയുന്നത്, യാതൊരു നാഭി തന്നിലുണ്ടായ വിരിഞ്ചനും, ആരുടെ നാഭിയിലാണോ ബ്രഹ്മാവ് ജനിച്ചത്, യാതൊരു നാമം ജപിക്കുന്നത് മഹാദേവൻ ആരുടെ നാമങ്ങളാണോ ജപിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനെയുള്ള ആ ഈശ്വരനെ ചേതസാ തൽസ്വാമിയെ ഞാൻ നിത്യം വണങ്ങുന്നേൻ. അങ്ങനെയുള്ള ആ ഭഗവാനെ ഞാൻ നിത്യവും വണങ്ങുകയാണ്. നാരദ മുനീന്ദ്രനും ചന്ദ്രശേഖരൻ താനും ഭാരതീരമണനും ഭാരതീദേവി താനും ബ്രഹ്മലോകത്തിങ്കൽ നീ നല്ലോകം കീർത്തിക്കുന്നു കൽമഷഹരം രാമചരിതം രസായനം. നാരദ മഹർഷി, ശിവൻ, ബ്രഹ്മാവ്, സരസ്വതി. ഭാരതീരമണൻ ബ്രഹ്മാവാണ്, ഭാരതീദേവി സരസ്വതിയാണ്. അപ്പോൾ നാരദ മഹർഷിയും ശിവനും ബ്രഹ്മാവും സരസ്വതിയും എന്നിവർ ബ്രഹ്മലോകത്തിൽ നിന്ന് പാപം നശിപ്പിക്കുന്ന ഈ രാമചരിതം കീർത്തിക്കുകയാണ്. കൽമഷഹരം, പാപം നശിപ്പിക്കുന്ന രാമചരിതം എന്ന ആ ദിവ്യ ഔഷധം, അതായത് ഭഗവാനെ കീർത്തിക്കുന്നത് ദിവ്യ ഔഷധമാണെന്നാണ് പറയുന്നത്. അങ്ങനെ കാമരാഗാദികൾ തീർന്ന് ആനന്ദം വരുവാനായി രാമദേവനെ ഞാനും ശരണം പ്രാപിക്കുന്നു.
അപ്പോൾ ആരൊക്കെയാണോ ഈ രാമചരിതം കീർത്തിക്കുന്നത്, നാരദ മഹർഷി, ശിവൻ, ബ്രഹ്മാവ്, സരസ്വതി, ഇവരൊക്കെ പാപം നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കീർത്തിക്കുന്ന ഈ ഒരു രാമകീർത്തനം മനുഷ്യലോകത്തിൻ്റെ പാപങ്ങൾ തീർക്കുന്നതാണ്. അപ്പോൾ കാമം, രാഗം തുടങ്ങിയ ദോഷങ്ങൾ അകന്ന് ആനന്ദം ലഭിക്കുന്നതിന് വേണ്ടി ഞാനും ശ്രീരാമദേവനെ മനസ്സാ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഭഗവാനെ ഞാൻ ശരണം പ്രാപിക്കുന്നു എന്ന് അഹല്യ സ്തുതിക്കുകയാണ് രാമദേവനെ.